friends, welcome back to Maloos Kitchen. Maloos Kitchen പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് പാലപ്പമാണ്. അരിപ്പൊടിയൊന്നും റെഡിയാക്കാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ പാലപ്പം റെഡിയാക്കാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും അരിയൊന്നും പൊടിപ്പിച്ചു കൊണ്ടുവരാനൊന്നും പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ കപ്പി കാച്ചാതെ വളരെ ഈസി ആയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് എങ്ങനെ പാലപ്പം റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. പാലപ്പം റെഡിയാക്കുന്നത് ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിലാണ് ഞാനൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് ഒന്ന് ഡൈല്യൂട്ട് ആവട്ടെ, അപ്പോൾ ഒന്ന് പുളിച്ച് വരും. ഞാൻ പാലപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂർ നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം, അതേപോലെ തന്നെ ചോറ് വേണം. കപ്പി കാച്ചുന്നതിന് പകരം ഞാനിവിടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടി ഞാൻ ആദ്യം അങ്ങ് അരച്ചെടുക്കുവാണ്. ഇതിലേക്ക് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ നിങ്ങൾക്ക് ചേർക്കാം. ഫസ്റ്റ് ഇത് രണ്ടും കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കങ്ങ് അരച്ചെടുക്കാം. ഇത് അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട്, അത് മതിയാവും. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് പച്ചരി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ പാലപ്പം റെഡിയാക്കുമ്പോൾ അത്യാവശ്യം നല്ല പച്ചരി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ നല്ല പശ്മയായിട്ടൊക്കെ നമുക്ക് നമ്മുടെ പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ മിക്സിയുടെ ജാറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. നല്ല വലിയ ജാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ അരച്ചെടുക്കാൻ പറ്റും. തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് കണ്ടോ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അധികം കട്ടിയുള്ള തേങ്ങാപ്പാലല്ല, ഒരു മീഡിയം തിക്നെസ്സിലുള്ള തേങ്ങാപ്പാലാണ്. ഞാൻ തേങ്ങാപ്പാൽ കുറച്ച് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റിന്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് ഇതും കൂടി ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ അപ്പത്തിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കൊരു 8 മണിക്കൂർ ഇതൊന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. ഇത് ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാവൊക്കെ നല്ല പോലെ പുളിച്ച് നല്ല ഇതായിട്ടുണ്ട്. പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താന്നും പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ട് മാവ്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. പാലപ്പം റെഡിയാക്കുന്നതിന് വേണ്ടി ഇത് പാലപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ചുറ്റിച്ചെടുക്കുമ്പോൾ ഈ ചട്ടിയുടെ മാക്സിമം
സൈഡിൽ കൂടെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നടുക്കേലോട്ടൊന്ന് ഇങ്ങനെ നികത്തി വയ്ക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ കുമ്പളയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തീ നല്ലപോലെ കുറച്ചിടുകയാണ് കേട്ടോ. കുറച്ചിട്ടിട്ട് മൂടി വയ്ക്കാം. പിന്നെ പാലപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഒരു സൈഡ് മാത്രം അങ്ങ് വേവിച്ചിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി മോൾ ഭാഗമൊക്കെ വെന്ത് വന്നോളും. ഇതിപ്പോൾ അത്യാവശ്യം സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം. പിന്നെ നിങ്ങൾ അപ്പം റെഡിയാക്കുമ്പോൾ ഈ നടുഭാഗം ഒരിക്കലും വിണ്ടു പോകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂട് കൂടി പോകുമ്പോഴാണ് അങ്ങനെ വിണ്ടു പോകുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ ഫൈനലി കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചട്ടിയിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന പാകമാണെന്ന് നോക്കുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് മാവ് ഒഴിച്ച ശേഷം ഹൈ ഫ്ലെയിമിലിടുക. ദെൻ കുമിളകളൊക്കെ വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. എങ്കിൽ മാത്രമാണ് പാലപ്പത്തിൻ്റെ മിഡിൽ പോർഷൻ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഒരു 10-15 പാലപ്പം വരെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.